കുഞ്ഞോളെ നമ്മളിനി ഈ സം ബേസിക് കോൺസെപ്റ്റിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൊല്യൂഷൻ എന്നുള്ള ഭാഗമാണ്. സൊല്യൂഷൻ നമ്മൾ അടുത്ത വർഷം +2 ഒരു പാഠം തന്നെ ഇതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സൊല്യൂഷന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. ഓക്കെ, ഇനി സൊല്യൂഷൻ എന്തെന്ന് പറഞ്ഞാൽ അത് പറയണമെങ്കിൽ നിങ്ങൾക്ക് ഈ പാഠത്തിന്റെ തുടക്കത്തിൽ നമ്മൾ മാറ്ററിനെ ക്ലാസിഫൈ ചെയ്തത് ഓർമ്മയുണ്ടോ? മാറ്റർ, പ്യുർ സബ്സ്റ്റൻസ്, മിക്സ്ചർ. മിക്സ്ചറിന് 2 ടൈപ്പിലുള്ള മിക്സ്ചർ ഉണ്ടായിരുന്നു, ഹോമോജീനസ് മിക്സ്ചർ, ഹെറ്ററോജീനസ് മിക്സ്ചർ. അതിൽ ഹോമോജീനസ് മിക്സ്ചറിനെ പറഞ്ഞ പേരാണ് സൊല്യൂഷൻ. A solution is a homogeneous mixture of 2 or more components. ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് ഹോമോജീനസ് ആയ മിക്സ്ചർ ആകുമ്പോൾ അത് സൊല്യൂഷൻ ആയി. അതായത് മിക്സ്ചർ എന്താ? ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് ചേർന്നതല്ലേ. ആ കമ്പോണന്റുകളുടെ പ്രോപ്പർട്ടീസ് എല്ലായിടത്തും യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടാൽ അതിന്റെ പേരാണ് എന്ത്? സൊല്യൂഷൻ. നമ്മൾ അന്ന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് പഞ്ചസാര വെള്ളം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പഞ്ചസാര വെള്ളത്തിൽ എല്ലായിടത്തും പഞ്ചസാര എന്ന് പറയുന്ന കമ്പോണന്റിന്റെ പ്രോപ്പർട്ടി എന്താ? പ്രോപ്പർട്ടി ടേസ്റ്റ്, മധുരം എന്നുള്ള ടേസ്റ്റ് എല്ലായിടത്തും ഒരുപോലെയല്ലേ? കമ്പോണന്റിന്റെ പ്രോപ്പർട്ടി ആയ ടേസ്റ്റ് എല്ലായിടത്തും ഒരുപോലെയാണ്. ഏത് ഭാഗത്തു നിന്ന് വെള്ളം കോരി കുടിച്ചാലും ഒരേ മധുരമാണ്, ഒരേ സ്ട്രെങ്ത്തിലുള്ള മധുരമാണ് ഫീൽ ചെയ്യുക, അല്ലെ? ഇനി ആ സൊല്യൂഷൻ എല്ലാ ഭാഗത്തു നിന്നും കോരി കുടിക്കുമ്പോൾ അത് ലിക്വിഡ് തന്നെയല്ലേ? അതായത് വെള്ളത്തിന്റെ പ്രോപ്പർട്ടി അവിടെ എല്ലായിടത്തും ഒരുപോലെ തന്നെയുണ്ട്. ഇങ്ങനെ ഒരു മിക്സ്ചറിലെ കമ്പോണന്റുകളുടെ പ്രോപ്പർട്ടീസ് എല്ലായിടത്തും യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടാൽ അതിന്റെ പേരാണ് സൊല്യൂഷൻ. ഇനി ഒരു സൊല്യൂഷനിൽ ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് പോസിബിൾ ആണ്, എത്ര വേണമെങ്കിലും ആവാം. അതിൽ 2 കമ്പോണന്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ, സൊല്യൂഷനിൽ 2 കമ്പോണൻസ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനൊരു പ്രത്യേക പേര് പറയും. ആ പേരാണ് ബൈനറി സൊല്യൂഷൻസ്. ബൈനറി സൊല്യൂഷൻ. അപ്പൊ ബൈനറി സൊല്യൂഷൻസ് എന്താ മക്കളെ? ദീസ് ആർ ദി സൊല്യൂഷൻസ് which consisting of only 2 components. ഓക്കെ, ആ കമ്പോണൻസിന് പേരുണ്ട്. എന്തെന്നറിയാവോ? സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് എന്നാണ്. സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. ലീനം, ലായകം. ലീനം, ലായകം. ലീനവും ലായകവും ചേർന്നാൽ ലായനിയായി. അപ്പൊ എന്താണ് സൊല്യൂഷൻ എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇനി ഈ സൊല്യൂഷനിൽ ഏത് സൊല്യൂഷൻ നമ്മളിപ്പോ പറയുന്നത്? ബൈനറി സൊല്യൂഷൻ. ബൈനറി സൊല്യൂഷൻസിലെ സൊല്യൂട്ടിന്റെ അളവ് എത്രയുണ്ടോ ആ അളവിനെ പറഞ്ഞ പേരാണ് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ. പറഞ്ഞുകൂടാ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ. കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ പറയും സ്ട്രെങ്ത്. സ്ട്രെങ്ത്, സ്ട്രെങ്ത് ഓഫ് ദി സൊല്യൂഷൻ. സൊല്യൂഷന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഗാഢത, ലായനിയുടെ ഗാഢത. അതെന്താണ് ആക്ച്വലി? ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ്, ആക്ച്വലി വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് സൊല്യൂട്ട്. ഓക്കെ, ഈ സൊല്യൂട്ട് ഒരുപാട് കൂടുതലാണെങ്കിൽ, സൊല്യൂഷനിൽ സൊല്യൂട്ട് ഒരുപാട് കൂടുതലാണെങ്കിൽ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണെന്ന് പറയും. അത്തരം സൊല്യൂഷൻസിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻസ് എന്ന് വിളിക്കും. കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. അതായത് ഗാഢലായനി. അതേ സമയം നമ്മുടെ സൊല്യൂട്ടിന്റെ അളവ് കുറവാണെങ്കിൽ, വളരെ കുറവാണെന്ന് നമ്മൾ പറയും ഡൈല്യൂട്ട് സൊല്യൂഷൻസ് എന്ന് പറയും. വളരെ കുറവാണെങ്കിൽ വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻസ് എന്ന് പറയും. അപ്പോ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻസ് ആർ ദി സൊല്യൂഷൻസ് കൺസിസ്റ്റിംഗ് ഓഫ് ലാർജ് നമ്പർ ഓഫ് സൊല്യൂട്ട് in the solution, and the dilute solutions are the solutions consisting of only less amount of solute in the solution. Okay അല്ലേ? അപ്പോൾ 2 സൊല്യൂഷൻ വന്നിട്ട് ഞാൻ നോക്കിക്കോ, ഞാൻ 2 ഗ്ലാസ്സിൽ പഞ്ചസാര വെള്ളം എടുത്തിടാം. ഇത് പഞ്ചസാര വെള്ളമാണ്, അതായത് ഷുഗർ സൊല്യൂഷൻ. ഇതും ഷുഗർ സൊല്യൂഷനാണ്. ഇത് ഷുഗർ സൊല്യൂഷനാണ്, ഇതും ഷുഗർ സൊല്യൂഷനാണ്. ഞാൻ ഇതിൽ നിന്ന് വെള്ളം കോരി കുടിച്ചു. ഭയങ്കര മധുരം. ഇതിൽ നിന്ന് വെള്ളം കോരി കുടിച്ചു, അതിലും മധുരമുണ്ട്. പക്ഷേ
കുറവാണ്, അതിൻ്റെ ആ മധുരം ടേസ്റ്റ്, സ്വീറ്റ് ടേസ്റ്റ് കുറവാണ്. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ടും എന്ത് മനസ്സിലായി, ഇതിൽ പഞ്ചസാര കുറച്ചേ ഇട്ടിട്ടുള്ളൂ, ഇതിൽ പഞ്ചസാര ഒരുപാട് ഇതിനേക്കാൾ കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞതനുസരിച്ച് എനിക്ക് എങ്ങനെ പറയാം, ഇത് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണ്. ബിക്കോസ് പഞ്ചസാര എന്ന് പറയുന്ന സൊല്യൂട്ട് ഇതിൽ കൂടുതലാണ്. ഇതെന്താണ്, ഡൈലൂട്ട് സൊല്യൂഷൻ ആണ്. എന്തുകൊണ്ട്, പഞ്ചസാര എന്ന് പറയുന്ന സൊല്യൂട്ട് ഇതിൽ കുറവാണ്. ഇത് ഡൈലൂട്ട് സൊല്യൂഷൻ ആണ്, ഇത് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണ് എന്ന് എനിക്ക് പറയാം. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഇതിൽ പഞ്ചസാര കൂടുതലാണ്, ഇതിൽ കുറവാണ് എന്നല്ലാതെ എത്രയാണ് ഇതിൽ പഞ്ചസാരയുടെ കൃത്യമായ അളവ്, ഇതിൽ എത്രയാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ. കൃത്യമായ അളവ് പറയാൻ പറ്റുന്നില്ലല്ലോ. കൂടുതലാണ് കുറവാണ് എന്നല്ലേ പറയാൻ പറ്റുന്നുള്ളൂ. എങ്ങനെ ഞാനത് പറഞ്ഞു കൂടുതലാണ് കുറവാണെന്ന്? ടേസ്റ്റ് നോക്കിയിട്ട്. അതേപോലെ ഞാൻ 2 ഗ്ലാസ്സിൽ കട്ടൻ ചായ എടുത്തു. ഇതിലൊരു കട്ടൻ ചായ എടുത്തു, ഇതിലും കട്ടൻ ചായ എടുത്തു. ഇതിൽ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഭയങ്കര ഒരു ബ്ലാക്ക് കളർ ഒരുപാട് കൂടുതലാണ്. അപ്പൊ എനിക്ക് ഒപ്പ് പറയാൻ പറ്റും ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കട്ടൻ ചായയാണ്. എന്താ മീനിങ്? ഇതിൽ സൊല്യൂട്ട് ആയിട്ടുള്ള ചായപ്പൊടി ഒരുപാട് കൂടുതലാണ്. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഒരു ഇളം കളറാണ് ഉള്ളത്, ഒരു പെയ്യ കളറാണ് ഇതിനുള്ളത്. അപ്പൊ എന്തെന്താ പറയാ, ഇതിൽ കോൺസെൻട്രേഷൻ സൊല്യൂട്ടിന്റെ അളവ് കുറവാണ്. ഇത് കോൺസെൻട്രേറ്റഡ് ചായയാണ്, ഇത് ഡൈലൂട്ട് ചായയാണ്. ഓക്കെ, ഞാൻ ഹോട്ടലിൽ പോയിട്ട് ഞാൻ പറഞ്ഞു ഒരു സ്ട്രോങ് ചായ എടുക്കും. അപ്പൊ അയാൾ ഒരു കറുത്ത ചായ കൊണ്ട് വന്നു. വേറൊരാൾ പറഞ്ഞു ലൈറ്റ് ചായ കൊണ്ടുവരും. അപ്പൊ ഒരു ഇളം കളറുള്ള ചായ കൊണ്ട് വന്നു. അപ്പൊ ആക്ച്വലി സ്ട്രോങ് ചായ അതേപോലെ ലൈറ്റ് ചായ എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ ആ കടക്കാരനോട്, ഹോട്ടൽക്കാരനോട് എന്താ പറയുന്നത്? ചായയുടെ കോൺസെൻട്രേഷനാണ് പറഞ്ഞു കൊടുക്കുന്നത്. എനിക്ക് തരുന്ന ചായ എന്ന് പറയുന്ന സൊല്യൂഷനിൽ ചായപ്പൊടിയുടെ അളവ് കൂട്ടണം, സൊല്യൂട്ടായിട്ടുള്ള ചായപ്പൊടിയുടെ അളവ് കൂട്ടണം. അതേസമയം ഇവന്റിൽ സൊല്യൂട്ടായിട്ടുള്ള ചായപ്പൊടിയുടെ അളവ് കുറക്കണം എന്ന് നമ്മൾ എന്ത് പറയാണ്, സയന്റിഫിക് ആയിട്ട് അയാളോട് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ ഈ കളറ് നോക്കിയിട്ട് നമുക്ക് ആക്ച്വലി എന്ത് പറയാൻ പറ്റുന്നില്ല, എത്രയാണ് സൊല്യൂട്ടിന്റെ അളവ് എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ ഈ കളറ്, ടേസ്റ്റ്, മണം ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഈ സൊല്യൂട്ടിന്റെ അളവ് കൂടുതലാണ് കുറവാണ് എന്നല്ലാതെ എന്ത് പറയാൻ പറ്റൂല, കൃത്യമായിട്ട് അളവ് പറയാൻ പറ്റൂല. ടേസ്റ്റ്, കളറ് ആൻഡ് ഓർഡർ, മണം എന്നിവ നോക്കിയിട്ട് കോൺസെൻട്രേഷൻ പറയുന്നതിന്റെ പേരാണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്. ക്വാളിറ്റേറ്റീവ് മെത്തേഡ്. മണം കൂടുതലാണെങ്കിൽ കോൺസെൻട്രേറ്റഡ് ആണ്, മണം കുറവാണെങ്കിൽ ഡൈലൂട്ട് ആണ്. ടേസ്റ്റ് കൂടുതലാണെങ്കിൽ കോൺസെൻട്രേറ്റഡ് ആണ്, ടേസ്റ്റ് കുറവാണെങ്കിൽ ഡൈലൂട്ട് ആണ്. കളർ കൂടുതലാണെങ്കിൽ കോൺസെൻട്രേറ്റഡ് ആണ്, കളർ കുറവാണെങ്കിൽ ഡൈലൂട്ടഡ് ആണ്. ഇങ്ങനെ കളർ ഈ പറയുമ്പോൾ ഇതൊക്കെ ക്വാളിറ്റിയാണ്. കളർ ക്വാളിറ്റിയാണ്, മണം ക്വാളിറ്റിയാണ്, ടേസ്റ്റ് ക്വാളിറ്റിയാണ്. ഇങ്ങനെ ക്വാളിറ്റി നോക്കിയിട്ട് കോൺസെൻട്രേഷൻ പറഞ്ഞ പേരെന്താണ്? ക്വാളിറ്റേറ്റീവ് മെത്തേഡ്. പക്ഷെ ക്വാളിറ്റേറ്റീവ് മെത്തേഡിൽ നമുക്ക് എന്ത് കിട്ടുന്നില്ല? കൃത്യമായ അളവ് കിട്ടുന്നില്ല. കൃത്യമായ അളവ് നിങ്ങൾ അവിടെ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കൃത്യമായ അളവോട് കൂടി പറയുന്നു. അതായത് സൊല്യൂട്ടിന്റെ അളവ് ഇത്രയാണ് എന്ന് കൃത്യമായിട്ട് നിജപ്പെടുത്തി പറയുന്നു എങ്കിൽ അതിന്റെ പേരാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. അപ്പൊ എങ്ങനെ ക്വാണ്ടിറ്റേറ്റീവായിട്ട് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാം? അതിനുള്ള പ്രധാനപ്പെട്ട ഒരു 4 മെത്തേഡുകളാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ മെത്തേഡ് പെർസെൻറ്റേജ്. പേരിൽ തന്നെയാണ് പെർസെന്റ് എന്ന് പറയും. പെർസെന്റ് ഓരോ 100ലും എത്ര എന്ന് പറയുന്നതാണ്. അത് നമ്മൾ എന്താക്കുന്ന അറിയാവോ? സൊല്യൂഷനെ 100 പാർട്സ് ആക്കി മാറ്റുന്നു. കേൾക്കണേ, സൊല്യൂഷനെ 100 പാർട്സ് ആക്കി മാറ്റുന്നു, 100 ഭാഗമാക്കിയിട്ട് മാറ്റുന്നു. ആ 100 ഭാഗത്തിൽ എത്രയാണ് സൊല്യൂട്ടിന്റെ അളവ് എന്ന് പറയുന്നതിനാണ് പെർസെന്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, what is the number of parts of solute? What is the number of parts of solute in 100 parts of solution? Solution 100 parts ആക്കി മാറ്റിയാൽ അതിൽ സൊല്യൂട്ട് എത്ര പാർട്സ് ഉണ്ട്? അപ്പൊ ഒരു സംശയം വരും. സൊല്യൂഷനെ 100 പാർട്സ് ആക്കുന്നു. സൊല്യൂഷന്റെ എന്തിനെയാണ് 100 പാർട്സ് ആക്കുന്നത്? സൊല്യൂഷന്റെ മാസിനെയാണോ സൊല്യൂഷന്റെ വോളിയത്തിനെയാണോ? സൊല്യൂഷന്റെ മാസിനെയാണ് 100 പാർട്സ് ആക്കി മാറ്റുന്നതെങ്കിൽ
അതിന്റെ പേരാണ് മാസ് പെർസെന്റേജ്. മാസ് പെർസെന്റേജ്. ഓക്കെ, അതെന്താണെന്ന് ആദ്യം പറയാം, എന്നിട്ടായിട്ട് നമുക്ക് അടുത്തേക്ക് പറയാം. പോകാം. നമ്മൾ എന്താക്കുന്നത്, സൊല്യൂഷന്റെ മാസ് എത്രയാണെന്ന് നോക്കാം. മാസ് ഓഫ് സൊല്യൂഷൻ കേൾക്കണേ. മാസ് ഓഫ് സൊല്യൂഷൻ. മാസ് ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷന്റെ മാസിനെ എത്ര ആക്കി മാറ്റുന്നു? 100 പാർട്സ് ആയിട്ട് മാറ്റും. ആ 100 പാർട്സിൽ വാട്ട് ഈസ് ദി മാസ് ഓഫ് സൊല്യൂട്ട്? സൊല്യൂട്ടിന്റെ മാസ് പറയും, സൊല്യൂട്ടിന്റെ അളവ് പറയുന്നതാണ് കോൺസെൻട്രേഷൻ. ഇവിടെ സൊല്യൂട്ടിന്റെ എന്ത് പറയുന്നു? സൊല്യൂട്ടിന്റെ അളവ് അതിന്റെ മാസിൽ പറയുന്നു. ഓക്കെ, മാസ് ഓഫ് സൊല്യൂഷൻ. സോ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ബൈ 100. ഈ ബൈ 100 എന്നുള്ളത് മുകളിലോട്ട് എന്തായി? ഇൻടു 100 ആയില്ലേ? ആൻഡ് ദിസ് ഈസ് ദി മാസ് പെർസെന്റേജ്. ഇങ്ങനെയാണ് മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കുക. എന്താണ് ആക്ച്വലി ഇത്? സൊല്യൂഷന്റെ 100 മാസ് കേൾക്കണേ. സൊല്യൂഷന്റെ 100 പാർട്സിൽ, എന്നാൽ സൊല്യൂഷന്റെ മാസിന്റെ 100 പാർട്സിൽ എത്രയാണ് സൊല്യൂട്ടിന്റെ മാസ്? ആക്ച്വലി നമ്മൾ സൊല്യൂട്ടിന്റെ മാസ് ഗ്രാമിലാ പറയാം. സൊല്യൂഷന്റെ മാസ് ഗ്രാമിലാ പറയാം. എന്ന് പറഞ്ഞാൽ 100 ഗ്രാം സൊല്യൂഷനിൽ എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ട് എന്ന് പറയുന്നതാണ് മാസ് പെർസെന്റേജ്. ഒരു എക്സാമ്പിൾ നോക്കിക്കോ. 25% sugar solution by mass. ഷുഗർ സൊല്യൂഷൻ ബൈ മാസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് നേരെ കേൾക്കണേ. ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഷുഗർ പ്ലസ് വാട്ടർ എന്നാണ്. ഷുഗറും വാട്ടറും ചേർന്നിട്ടുള്ള സൊല്യൂഷൻ ഷുഗർ സൊല്യൂഷൻ. അത് 100 ഗ്രാം ഷുഗർ സൊല്യൂഷനിൽ 25 ഗ്രാം സൊല്യൂട്ട് ആയിട്ടുള്ള പഞ്ചസാരയാണ്. ഓക്കെ, 25% sugar solution by mass means 100 gram of sugar solution consisting of 25 gram of sugar. അല്ലെങ്കിലോ 100 ഗ്രാം സൊല്യൂഷനിൽ 25 ഗ്രാം ഷുഗർ ആണ്, 75 ഗ്രാം വെള്ളമാണ്. അപ്പൊ എന്താണ് പെർസെന്റേജ് ബൈ മാസ് അല്ലെങ്കിൽ മാസ് പെർസെന്റേജ് മനസ്സിലായി. സൊല്യൂഷന്റെ മാസിനെ 100 പാർട്സ് ആക്കിയാൽ അതിൽ എത്രയാണ് സൊല്യൂട്ടിന്റെ മാസ്? മാസ് നമ്മൾ ഗ്രാമിലാണ് പറയുന്നത് ഇവിടെ. അപ്പോൾ 100 ഗ്രാം സൊല്യൂഷൻ എടുത്താൽ 100 ഗ്രാം സൊല്യൂഷൻ എടുത്താൽ അതിൽ എത്രയാണ് സൊല്യൂട്ടിന്റെ മാസ് എന്ന് പറയുന്നതാണ് മാസ് പെർസെന്റേജ്. ഇനി സൊല്യൂഷനെ നമ്മൾ 100 പാർട്സ് ആക്കി മാറ്റുമ്പോൾ പാർട്സ് ആക്കുന്നത് മാസിനെ അല്ല വോളിയത്തിനെ ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് വോളിയം പെർസെന്റേജ്. ഓക്കെ, രണ്ടാമത് വോളിയം പെർസെന്റേജ്. വോളിയം പെർസെന്റേജ്. അപ്പൊ അവിടെ സൊല്യൂഷന്റെ വോളിയത്തിന് 100 പാർട്സ് ആക്കും. ഓക്കെ, എന്താ നേരത്തെ മാസിനെയാണ് 100 പാർട്സ് ആക്കിയത്. ഇവിടെ വോളിയം ഓഫ് സൊല്യൂഷൻ അതിനെന്താക്കുന്നു? 100 പാർട്സ് ആക്കി മാറ്റുന്നു. അതിൽ വാട്ട് ഈസ് ദി വോളിയം ഓഫ് സൊല്യൂഷൻ? വാട്ട് ഈസ് ദി വോളിയം ഓഫ് സൊല്യൂഷൻ? താഴെയുള്ളത് മുകളിൽ എന്താ? ഇൻടു 100. ആൻഡ് ദിസ് ഈസ് ദി വോളിയം പെർസെന്റേജ്. വോളിയം പെർസെന്റേജ്. ഇവിടെ വോളിയം എക്സ്പ്രസ് ചെയ്യുന്നത് സെന്റിമീറ്റർ ക്യൂബിലാണ്. അപ്പൊ നമുക്ക് എന്താ പറയാം? ഓരോ 100 സെന്റിമീറ്റർ ക്യൂബ് സൊല്യൂഷനിലും എത്ര സൊല്യൂട്ട് ഉണ്ട്? സൊല്യൂട്ടിന്റെ വോളിയത്തിന് 100 പാർട്സ് ആക്കുന്നു. വോളിയം സെന്റിമീറ്റർ ക്യൂബിൽ പറയുന്നത് കൊണ്ട് 100 സെന്റിമീറ്റർ ക്യൂബ് സൊല്യൂഷൻ എടുക്കുമ്പോൾ അതിൽ എത്രയാണ് സൊല്യൂട്ടിന്റെ വോളിയം? ഒരു എക്സാമ്പിൾ, 10% ethanol solution by volume. അത് പറയൂട്ടോ. പെർസെന്റേജ് പറയുന്നുണ്ടെങ്കിൽ വോളിയം ആണ് മാസ് ആണെന്ന് പറയാം. 10% ethanol solution by volume എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ക്യൂബ് ethanol സൊല്യൂഷൻ എടുത്താൽ 100 സെന്റിമീറ്റർ ക്യൂബ് സൊല്യൂഷൻ എടുത്താൽ അതിൽ 10 സെന്റിമീറ്റർ ക്യൂബ് എത്തനോൾ ആണ്, 90 സെന്റിമീറ്റർ ക്യൂബ് വെള്ളമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സംശയമില്ലല്ലോ? അപ്പൊ ഇതാണ് പെർസെന്റേജ്. പെർസെന്റേജ് മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. വോളിയം പെർസെന്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഓക്കെ, ഇനി അടുത്തത്
രണ്ടാമത് ടോട്ടൽ 4 ഉണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ രണ്ടാമത്തത് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 5 മോള് കിറ്റ്കാറ്റ് ചോക്ലേറ്റ് എടുത്തു, 2 മോള് മഞ്ച് എടുത്തു, ഇനി 1 മോള് മിൽക്കി ബാർ എടുത്തു. എല്ലാം കൂടി മിക്സ് ആക്കി മിക്സ്ചർ ആക്കി. അപ്പൊ മിക്സ്ചറിലെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 5 + 2 + 1 8 മോളാണ്. ഈ 8 മോളിൽ എത്രയാണ് കിറ്റ്കാറ്റ്? ടോട്ടൽ നമ്പർ ഓഫ് മോൾസിൽ എത്ര മോളാണ് കിറ്റ്കാറ്റ്? 5 മോൾ. ആൻഡ് ദിസ് ഈസ് കോൾഡ് മോൾ ഫ്രാക്ഷൻ ഓഫ് കിറ്റ്കാറ്റ്. നമ്മൾ ഇങ്ങനെ കാണിക്കും, മോൾ ഫ്രാക്ഷൻ ഓഫ് കിറ്റ്കാറ്റ്. ഇനി ടോട്ടൽ 8 മോൾസിൽ എത്രയാണ്? മഞ്ച് 2 മോൾ. ആൻഡ് ദിസ് ഈസ് കോൾഡ് മോൾ ഫ്രാക്ഷൻ ഓഫ് മഞ്ച്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി മോൾ ഫ്രാക്ഷൻ ഓഫ് മിൽക്കി ബാർ? വിച്ച് ഈസ് 1/8. അപ്പൊ എന്താണ് ഇത് മോൾ ഫ്രാക്ഷൻ? നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് മോൾ ഫ്രാക്ഷൻ. കോൺസെൻട്രേഷൻ പറയാനുള്ള അടുത്ത മെത്തേഡാണ് മോൾ ഫ്രാക്ഷൻ. ആ പേരിൽ തന്നെ ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് മോൾസിൽ എത്ര ഫ്രാക്ഷൻ ആണ്, എത്ര ഭാഗമാണ്, എത്ര പാർട്സ് ആണ് അതാത് കമ്പോണന്റ്. ഓക്കെ, അപ്പൊ ടോട്ടൽ 8 മോളിൽ എത്രയാണ് ഇത്, എത്രയാണ് ഇത്, എത്രയാണ് ഇത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം, എങ്ങനെ ഡിഫൈൻ ചെയ്യാം? മോൾ ഫ്രാക്ഷൻ ഓഫ് എ കമ്പോണന്റ് ഇൻ എ സൊല്യൂഷൻ. മോൾ ഫ്രാക്ഷൻ ഓഫ് എ കമ്പോണന്റ് ഇൻ എ സൊല്യൂഷൻ ഈസ് ദി റേഷ്യോ ഓഫ് number of moles of that component to the total number of moles of all the components. അതങ്ങനെ ചെയ്തേ. മോൾ ഫ്രാക്ഷൻ ഓഫ് കിറ്റ്കാറ്റ് is the number of moles of KitKat divided by total number of moles of all the components. Number of moles of Munch divided by total number of moles of all the components. Number of moles of Milky Bar divided by total number of moles of all the components. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് ഒരു സൊല്യൂഷൻ, ഇക്വേഷൻ നമുക്ക് ഇതിൽ നിന്നുണ്ടാക്കാം. ഒരു സൊല്യൂഷൻ, ആ സൊല്യൂഷനിലെ 2 കമ്പോണൻസ് ഉണ്ട്, 1, 2. ഇതിന്റെ നമ്പർ ഓഫ് മോൾസ് n1, ഇതിന്റെ നമ്പർ ഓഫ് മോൾസ് n2. എങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? n1 + n2. Then what is the mole fraction of 1, which is the number of moles of 1 divided by total number of moles n1 + n2. The mole fraction of second component x2 is the number of moles of second component divided by total number of moles n1 + n2. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, what is the sum of the mole fractions of all the components x1 + x2? ഇത് രണ്ടും കൂട്ടുക അല്ലേ. അപ്പൊ എന്താണ്? n1/n1 + n2 + n2/n1 + n2 അല്ലേ. ഡിനോമിനേറ്റർ സെയിം അല്ലേ. അപ്പൊ n1 + n2 മോളിൽ എന്താണ്? n1 + n2 which is 1. So total sum of the mole fractions of all the components in a solution is unity. Okay, is 1. Okay, അപ്പോൾ 2 നമ്മൾ പറഞ്ഞു, ബാക്കി 2 നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. ഓക്കെ, സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ബാക്കി 2 മെത്തേഡുകൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പെർസെന്റേജ് മോൾ ഫ്രാക്ഷനിലൂടെ പറയുന്നു. ആ ബാക്കി 2 അതിന്റെ പ്രോബ്ലംസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയും. ഓക്കെ.